കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ലഹരി ഇടപാടുകളുടെ കരിയർമാരായി ബംഗ്ലാദേശികളുമുണ്ടെന്ന് സംശയം. പണമുണ്ടാക്കാൻ ഏത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും തയ്യാറായാണ് ബംഗ്ലാദേശികൾ എത്തിയതെന്ന് പോലീസ്. പിടിയിലായവരെ വിശദമായി ചോദ്യം ചെയ്യും. ഇതിനൊപ്പം ലഹരി ഇടപാടുകളുടെ പ്രധാന കണ്ണികളായി മാറുകയാണ് വിവിധ ഭാഷാ തൊഴിലാളികൾ. ലഹരി ഇടപാടുകൾ ഉൾപ്പെടെയുള്ള ഏത് കുറ്റകൃത്യം നടത്തിയും പണം സമ്പാദിക്കുകയെന്ന ലക്ഷ്യത്തിലാണ് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ കേരളത്തിലെത്തിയിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ ലഹരി മാഫിയ ബംഗ്ലാദേശികളെ കരിയർമാരായി മാറ്റാനുള്ള സാധ്യതയാണ് പോലീസ് അന്വേഷിക്കുന്നത്. വിവിധ ഭാഷാ തൊഴിലാളികൾ ഉൾപ്പെട്ട നിരവധി ലഹരി കേസുകളുണ്ട്. ഇവർക്കായി വിൽപ്പനയ്ക്കെത്തിച്ച ലഹരി ഗോഡൌണുകളും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. പെരുമ്പാവൂർ സൗത്ത് വല്ലത്തെ ഗോഡൌണിൽ നിന്ന് 400 ചാക്ക് നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടിയിരുന്നു. ഇതിനൊപ്പം വിൽപ്പനയ്ക്കായി വീടുകളിൽ സൂക്ഷിച്ച 10 കിലോ കഞ്ചാവുമായി വിവിധ ഭാഷാ തൊഴിലാളികളായ ദമ്പതികളും പിടിയിലായിരുന്നു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുന്നത്തുനാട് എക്സൈസ് സംഘമായിരുന്നു പരിശോധന നടത്തിയത്. ഇത്തരത്തിൽ വിവിധ ഭാഷാ തൊഴിലാളികൾ ഉൾപ്പെട്ട ലഹരിക്കടത്തും ലഹരി വിൽപ്പനയും വർദ്ധിക്കുമ്പോഴാണ് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരുടെ ലഹരി മാഫിയ ബന്ധങ്ങളിലേക്ക് കൂടി അന്വേഷണം നീളുന്നത്. ജനം, കൊച്ചി.